ഹൊസെ മാനുവൽ ഡെൽഗാഡോ, മനസ്സ് നിയന്ത്രിച്ച് കാളയോട് പോരാടിയ മനുഷ്യൻ. തനിക്കെതിരെ പാഞ്ഞെടുക്കുന്ന കാളയെ ഹൊസെ ഡെൽഗാഡോ എന്ന ന്യൂറോ സയന്റിസ്റ്റ് തൻ്റെ കൈകളിലിരിക്കുന്ന റിമോട്ട് കൺട്രോളർ കൊണ്ട് നിയന്ത്രിച്ചു നിർത്തുന്ന ദൃശ്യങ്ങളാണിവ. ഡെൽഗാഡോ 1960കളിൽ നടത്തിയ മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റുകളുടെ ഭാഗമാണിത്. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ കാളയുടെ തലച്ചോറിൽ ശസ്ത്രക്രിയയിലൂടെ കടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്കെതിരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ കാളയുടെ തലച്ചോറിൽ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്കെതിരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ കാളയുടെ തലച്ചോറിൽ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്കെതിരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. പരീക്ഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിച്ച റേഡിയോ ആന്റിനകൾ കാളയുടെ തലച്ചോറിൽ ശസ്ത്രക്രിയയിലൂടെ ഘടിപ്പിച്ചതിനാലാണ് പിന്നീട് തന്നെ കുത്തിമലർത്താനായി തനിക്കെതിരെ പാഞ്ഞെടുത്ത കാളയെ റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് സാധിച്ചത്. കാളയുടെ തലച്ചോറിലേക്ക് റിമോട്ട് കൺട്രോളറുകളുടെ സഹായത്തോടെ ഇലക്ട്രിക് ഇമ്പൾസുകൾ കടത്തിവിട്ടുകൊണ്ട് തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ഉത്തേജനം ഉണ്ടാക്കുന്നത് മൂലമാണ് കാളയുടെ നിയന്ത്രണം സാധ്യമാകുന്നത്. കാളയുടെ തലച്ചോറിലേക്ക് റിമോട്ട് കൺട്രോളറുകളുടെ സഹായത്തോടെ ഇലക്ട്രിക് ഇമ്പൾസുകൾ കടത്തിവിട്ടുകൊണ്ട് തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ഉത്തേജനം ഉണ്ടാക്കുന്നത് മൂലമാണ് കാളയുടെ നിയന്ത്രണം സാധ്യമാകുന്നത്. കാളയുടെ തലച്ചോറിലേക്ക് റിമോട്ട് കൺട്രോളറുകളുടെ സഹായത്തോടെ ഇലക്ട്രിക് ഇമ്പൾസുകൾ കടത്തിവിട്ടുകൊണ്ട് തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി ഉത്തേജനം ഉണ്ടാക്കുന്നത് മൂലമാണ് കാളയുടെ നിയന്ത്രണം സാധ്യമാകുന്നത്. ഹൈപ്പോതലാമസ്, അമിഗ്ഡാല തുടങ്ങിയ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രോഡുകളും ആന്റിനകളും ഘടിപ്പിച്ചുകൊണ്ട് ഡെൽഗാഡോ പിന്നീട് ഹൈപ്പോതലാമസ്, അമിഗ്ഡാല തുടങ്ങിയ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇലക്ട്രോഡുകളും ആന്റിനകളും ഘടിപ്പിച്ചുകൊണ്ട് ഡെൽഗാഡോ പിന്നീട് പൂച്ചകളിലും കുരങ്ങുകളിലും പരീക്ഷണങ്ങൾ നടത്തി. പരീക്ഷണങ്ങളിൽ അവയുടെ സ്വഭാവവും വികാരവും ചലനങ്ങളും നിയന്ത്രിക്കാൻ ഡെൽഗാഡോയ്ക്ക് കഴിഞ്ഞിരുന്നു. കാളയിൽ തുടങ്ങി കുരങ്ങിലേക്കും പൂച്ചയിലേക്കും എത്തിയ ഡെൽഗാഡോയുടെ പരീക്ഷണങ്ങൾ പിന്നീട് എത്തിയത് മനുഷ്യരിലേക്കാണ്. ബ്രെയിൻ ഇംപ്ലാന്റുകൾ ചെയ്ത റിമോട്ടുകളുടെ സഹായത്തോടെ മൃഗങ്ങളുടെ മനസ്സ് നിയന്ത്രിക്കാനും സ്വഭാവം മാറ്റാനും കഴിഞ്ഞ ഡെൽഗാഡോയ്ക്ക് ഇംപ്ലാന്റുകളുടെ സഹായത്തോടെ മനുഷ്യരുടെ മനസ്സ് നിയന്ത്രിക്കാനും സാധിച്ചു. അതിൻ്റെ തെളിവാണ് തൻ്റെ 30 വർഷത്തോളം മനോരോഗികളുടെ മാനസിക നില മെച്ചപ്പെടുത്താനായി ഡെൽഗാഡോ ഉപയോഗിച്ചു പോന്നിരുന്ന തൻ്റെ RF മൈൻഡ് കൺട്രോൾ ഡിവൈസുകൾ.